എന്റെ ഒരു സ്നേഹിതൻ വന്നിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിൽ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് നമ്പീനെയും കൊണ്ട് അവിടെ വരും. ശരി. ഇതാ, ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇരിക്കാതെ പറ്റുമോ? വീട് ഞാൻ വാടകയ്ക്കൊന്നും. ഓ, ചേട്ടന്റെ വീടാണോ? അതെ. ഓ, എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. 6 മാസമായി ക്ഷമിക്കുന്നു. ഇനി നിവർത്തിയില്ല. അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടാ. സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ. പണിക്കരിയേട്ടൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പണിക്കരിയേട്ടോ, ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ? അല്ല, കാണാൻ എങ്ങനെയാന്നാ ചോദിച്ചത്. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. അനാവശ്യം പറയും. അയാൾ അടിക്കണ്ടായിരുന്നു. പിന്നെ അവനെ പൂവിട്ട് തൊഴണോ? ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല. നമ്മുടെ വീട്ടുകാര് വരുന്നു, അവളതറിയണ്ട. കാരെവിടെ നിർമ്മലേ? വഴിയിൽ കിടപ്പുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റിന്നാ? പെട്രോളില്ല. ബംഗാരം എനിക്ക് കടം തരില്ല എന്ന് പറഞ്ഞു. ആശാനെ, വീട്ടുകാരുടെ മൂഡ് അത്ര ശരിയല്ല. ഞാൻ വലിഞ്ഞേക്കാം. കാറിൽ പെട്രോൾ തീർന്നാൽ വണ്ടി നിൽക്കും. അതിന് നീ പിണങ്ങിയാൽ പറ്റുമോ? അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്താ രണ്ടുപേരും കൂടി വഴക്കിടുന്നത്? ഒന്നുമില്ല. ഇരിക്കൂ ചന്ദ്ര. ഞാൻ ഇരിക്കുന്നില്ല. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. ആ, രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വല്ല പീറ മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട. അതൊന്നുമല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ. നല്ല കാര്യം. ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ. നമുക്കും അതല്ലേ താല്പര്യം. ജോലി ഇഷ്ടമായില്ലേ? ഇഷ്ടമാകാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ല. ആട്ടെ, എന്ത് ശമ്പളം കിട്ടും? അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇതിലെന്താ എത്ര ആലോചിക്കാനുള്ളത്? പിന്നെ ചുമ്മാ കയറി ഏറ്റാ മതിയോ? നിങ്ങൾ വഴക്കണ്ട. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാം. വരട്ടെ? ശരി. പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ? എടി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നും കിട്ടൂല. മാസം 12,000 രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു? അന്വേഷിക്കണം. ഇതാണ് സാറേ മുറി. ഇതിന് 2 വാതിലുണ്ട്. മുൻവശത്തുകൂടി കയറാം, പുറവശത്തുകൂടി ഇറങ്ങാം. അത് കൊള്ളാമല്ലോ. സാറ് എന്തിനാ മുറി എടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തിനാ? സിനിമാ കഥ എഴുതാനല്ലേ? അത് ശരി. ഇവിടെ ശല്യമില്ലാതിരുന്ന് എഴുതാമല്ലോ. ഒരു ശല്യം ഉണ്ടാവില്ല സാർ. സാറ് സംവിധാനമായിരിക്കും. ബെഞ്ചാറമ്പോട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ കാണാറുണ്ട്. സോറി, ഇതെന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ ആള് മാറിപ്പോയതായിരിക്കും. സാറേ, ഞാനും ഒരു കൊച്ചെഴുത്തുകാരനാണ്. എന്റെ തൂലികാ നാമം തന്നെ എന്ത്? പ്രാപ്രായം? പ്രാണച്ചമ്പലം പ്രഭാകരൻ. സാറേ, ഇപ്പോഴത്തെ സിനിമാ പ്രൊഡ്യൂസേഴ്സിനൊന്നും സ്റ്റോറി സെൻസ് ഇല്ല സാർ. തീരെയില്ല. എന്റെ കയ്യിലൊരു ഊക്കിലാണ് സാധനം ഇരിപ്പുണ്ട്. പക്ഷേ അവൻ സിനിമാ സ്കോപ്പിലേ കൊള്ളുള്ളൂ. സാധനം നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. സൗകര്യം പോലെ ഞങ്ങൾ വാങ്ങിച്ചോളാം. തൽക്കാലം നീ ഒന്ന് പോയാട്ടെ. സാറേ, എന്റെ ക്ലൈമാക്സ് ഒന്ന് സാറന്മാരെന്താ ഇരുട്ടത്തിരിക്കുന്നത്? ചുമ്മാ ഇരിക്കുവാടോ. സ്തംഭനം വല്ലതും ആണോ? സ്തംഭനം? വാ, കഥാഗതിയിൽ എന്തെങ്കിലും സ്തംഭനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. ഒരു സ്തംഭനവും ഇല്ല. താനൊന്ന് പോയാട്ടെ. സാറേ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കഥ ഒന്ന് കേട്ടു. അപ്പൊ അറിയാം പ്രാവച്ചമ്പലത്തിന് കഥാബോധം ഉണ്ടോ
നിത്യശല്യമായിരിക്കും. കലാഭ്രാന്ത, എങ്ങനെ വിരട്ടിയാലും പോവില്ല. ഇവിടെ തന്നെ നിൽക്കണം. യെസ് മാഡം. വരൂ ബീനെ. ഇതാണ് എന്റെ മകൾ ബീന. ഹലോ. 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 നമുക്ക് മുറിയിലേക്ക് പോവാം. നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാനിവിടെ വന്നോളാം ചാനെ. നീ വാടാ. വിവരമെല്ലാം ബീന അറിഞ്ഞു കാണുമല്ലോ. അറിയാം. കുഞ്ഞമ്മ പറഞ്ഞ കാര്യം ബീനയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ, നിങ്ങൾ ഏറ്റാ മതി. അത് പോരാ, എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. പാതി എടുത്തിട്ടേ വരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്ത് ആലോചിക്കാനാണ് ആശാനെ? എടാ, ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്ത് ഇവിടെ വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്തോന്നെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടുന്യായങ്ങൾ പറഞ്ഞാലോ? ഏയ്, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആശാൻ എന്തൊരാളാ! 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതടാ. സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവും വരില്ല. കഥാനായിയെ അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങി